ഹൈബി ഈഡൻ സാറ് ഒരു 10-12 കൊല്ലം മുമ്പ് മൻമോഹൻ സാറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഷാങ്കായി വരെ പോയി. എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു ഉഗ്രം പോസ്റ്റ് ഇട്ടു, ഇവിടുത്തെ കേരളത്തിലെ റെയിൽ ഷാങ്കായിലെ റെയിൽ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അതൊക്കെ വിട്, ആ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ മഴ കൊള്ളാതെ ഞങ്ങൾക്ക് ട്രെയിൻ കയറാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഉടനെ നടപടി എടുത്തു. അങ്ങേര് എന്നെ ബ്ലോക്ക് ചെയ്തു ഫേസ്ബുക്കിൽ നിന്ന്. ശരി ചേട്ടാ ചോദിക്കും. അതിന്റെ മറുപടിയാണ് ഡെവലപ്മെന്റ് നടക്കുകയാണ്, അത് പോയി കണ്ടാൽ മതി. ചോദിച്ചോ. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ ഔഷധ വിപണന ഒന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. എംപിമാര് വേണ്ടേ? എന്നാ പിന്നെ എല്ലാ 540 എടുത്ത് നരേന്ദ്രമോദി എനിക്ക് ചോദിക്കാനുള്ള BJP പ്രതിനിധിയോടാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം ഔഷധ വിപണന മേഖലയിൽ തൊഴിലെടുക്കുന്നതാണ് ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊക്കെ ED റെയ്ഡ് നടത്തിയിട്ട് ഇലക്ട്രൽ ബോണ്ട് 7500 കോടി എന്നാണ് ഒഫീഷ്യലി പറയുന്നത്. 2300ഓളം കോടി രൂപ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ പേടിപ്പിച്ച് നിങ്ങൾ മേടിക്കുന്നതാണ്. അഴിമതി നിയമവിധേയമാക്കാൻ വേണ്ടി പറയുന്ന ഒരു രാഷ്ട്രീയമാണ് അവർക്ക്. വലതുവശത്തിരിക്കുന്ന ആൾക്കും ഒട്ടും മോശമല്ല, പക്ഷെ നടുക്കിരിക്കുന്ന ആൾക്കാർക്ക് ആ വശമില്ല. അതായത് ജനപക്ഷം, അതായത് അഴിമതിയുടെ പണം നിങ്ങൾക്ക് വേണ്ട. തീർച്ചയില്ല അഴിമതിയുടെ ചേട്ടാ മുതലാളി വർഗത്തിന്റെ ഈ പണം ഉണ്ടല്ലോ, അത് അധികാര രാഷ്ട്രീയം കൈയാളുന്ന കേന്ദ്രത്തിന്റെ ആൾക്കാർ തമ്മിൽ സന്ധി ചെയ്യുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, മുതലാളിത്തത്തിന്റെ പണം അധികാര രാഷ്ട്രീയമായിട്ട് സന്ധി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ സാധാരണക്കാരെ നമ്മളുള്ള സമൂഹത്തോട് ആജ്ഞാപിക്കുകയാണ്, അപേക്ഷിക്കുകയല്ല. 110 രൂപ ഡീസൽ അടിക്കുക. മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ പേരിൽ നടപടിയെടുത്ത സ്ഥാപനങ്ങളല്ലേ പലരും പിഴ കൊടുത്തിരിക്കുന്നത്? ഇല്ല, അതിൽ തെറ്റുണ്ട്. അതിൽ തെറ്റുണ്ട്. അതായത് പറയാം, UCPMP എന്ന് പറഞ്ഞ നിയമമുണ്ട്. ആ നിയമപ്രകാരം ഈ ഓരോ വർഷവും മരുന്നിന്റെ വില കുറയ്ക്കും എന്നിവർ പറഞ്ഞിട്ട് പിറ്റത്തെ വർഷം നികുതി കൂട്ടി വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ. ഇലക്ട്രൽ ബോണ്ട് വഴി പിഴിയുന്നു എന്നതാണ്. ഒറ്റ ചോദ്യം കൂടി സാർ പെട്ടെന്ന് BJP നേതാവിനോട് ചോദിക്കുന്നത്, ഇന്ത്യയിലെ എല്ലാ അഴിമതിക്കാരും BJPയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവരെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുക്കും, വെളുപ്പിച്ചെടുക്കും. അതോടെ അവരെല്ലാം ക്ലിയറായി. അതാണ് ഇപ്പൊ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരെങ്കിലും വെളുപ്പിക്കാനുണ്ടോ ഇല്ലെന്ന് ഒന്നുകൂടി ചോദിക്കാം. അവരുടെ ഭരണം അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ച ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ. നിങ്ങളുടെ അഴിമതിക്കാര് അവസാനത്തെ ആളിനെയും അകത്താക്കിയിട്ട് BJP ഈ ഭരണത്തിൽ നിന്ന് പോകും. അഴിമതി വെച്ച് ഉറപ്പിക്കില്ല. അദാനി ആയാലും ആരായാലും, കരുവന്നൂര് മുതല് ഇന്ത്യയുടെ ഏതു ഭരണ കേന്ദ്രത്തിരിക്കുന്ന ആളായാലും അഴിമതിക്കാരെ തുടച്ചു മാറ്റും. അഴിമതിക്കാരെ തുടച്ച് നിങ്ങൾ എന്ത് ചെയ്യും? അശോക് ചവാൻ, മുകുൾ റോയ്, അബസ് റോയ്, അധികാരി. ഇവിടെ 16 മുഖ്യമന്ത്രിമാരെ വിലക്കെടുത്തു, അതുപോലെ നിരവധി കേന്ദ്രമന്ത്രിമാരെ വിലക്കെടുത്തു. ഇന്ത്യൻ പാർലമെന്റിൽ 303 MPമാരുണ്ട് BJPക്ക്. അതിൽ 112 പേർ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാർ. നമ്മളെല്ലാം പണം കൊടുത്ത് നേതാക്കന്മാരെ BJP ആക്കുന്ന കണ്ടേ. പക്ഷെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ വിടും, 2 പേപ്പർ അങ്ങെടുക്കും, എന്നിട്ട് ഇലക്ട്രൽ ബോണ്ട് കോടികൾ വാങ്ങി. ആ ഇലക്ട്രൽ ബോണ്ടിലുള്ള 2 പ്രധാനപ്പെട്ട കമ്പനിയുടെ കയ്യിൽ നിന്ന് CPM പണം വാങ്ങി. ഇല്ല, കടമായി 2 കോടി വാങ്ങിച്ചപ്പോ വലിയ വാർത്തയായി. 50 കോടി രൂപയാ കോൺഗ്രസ് വാങ്ങിച്ച്. 175 കോടി രൂപയാണ് DLFന് വേണ്ടി, യഥാർത്ഥ മരിമോന്, സോണിയാഗാന്ധിയുടെ മരിമോന് വേണ്ടി ചർച്ച ചെയ്താൽ ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി, അഴിമതിയെ പറ്റി പറഞ്ഞു തുടങ്ങിക്കൊണ്ടെന്ന് പറയണം. ഇന്ത്യ 93ാം റാങ്കിങ്ങിലാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ BJP ഭരണത്തിന്റെ കീഴിൽ. അപ്പൊ അഴിമതി ഇവിടെ നിന്ന് പോയിട്ടില്ല. 40 കമ്പനികളിൽ നിന്ന് 2400 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് BJPക്ക് ലഭിച്ചത്. ആ 40 കമ്പനിയും EDയുടെയും CBIയുടെയും IT ഇൻവെസ്റ്റിഗേഷൻ നേരിടുന്ന കമ്പനികളാണ്.
8,000 കോടി രൂപയോളം ഇവർ ഈ സമാഹരിച്ചിട്ടുള്ള ഈ പണം ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. DLF-ന്റെ ഷെയർ പോകുന്നുണ്ട്. ഇത് വേറെ റോബർട്ട് വദ്രയുടെ പങ്കാളിത്തമുള്ള DLF-ഉം ഇലക്ട്രൽ ബോണ്ട് BJP കൊടുത്തിട്ടുണ്ട്. അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർലമെന്റ് സെഷനിൽ CAG-യുടെ 12 റിപ്പോർട്ടാണ് വന്നത് അഴിമതിയെ സംബന്ധിച്ചുള്ള. അപ്പൊ ഗവൺമെന്റ് നടപടിയെടുത്തു. CAG അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, അതില് ഒറ്റ വാചകം, ഹൈബീഡൻ ജയിക്കേണ്ടത് എന്തുകൊണ്ട്? 10 seconds. ജയിക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും സോഷ്യലിസ്റ്റ് ആശയങ്ങളും വിജയിക്കാൻ അത്യാവശ്യമാണ്. വിജയിക്കേണ്ടത് എന്തുകൊണ്ട്? രാജ്യം ഇന്ത്യയായി നിലനിൽക്കാൻ ഭരണഘടനയും ജനാധിപത്യവും അതുപോലെ ഫെഡറലിസവും മതേതരത്വവും സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ MP-മാരുടെ എണ്ണം വർദ്ധിക്കണം. അതിനുവേണ്ടി KJ ഷൈന്റെ കരുത്തുറ്റ കരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അത്യാവശ്യമാണ്. 10 seconds, ഒറ്റ വാചകം. ഇന്ത്യയുടെ അഭിമാനമായിട്ട് ലോകത്തിന്റെ നെറുകയില് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് 2047 ഇന്ത്യ ലോകത്തിന്റെ നെറുകയില് ഇന്ത്യ ലോകത്തിന്റെ നെറുകയില്. കൊച്ചിയുടെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാൻ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും.